ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിലെ 26 കിലോ പണയ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഏറ്റെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച്. മുങ്ങിയ മുൻ ബ്രാഞ്ച് മാനേജർ മധു ജയകുമാറിനെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം. വീഡിയോ സന്ദേശം ഇന്നലെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇയാളെ കണ്ടെത്താൻ പ്രയാസം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. ഇയാളുടെ നാടായ തമിഴ്നാട് മേട്ടുപ്പാളയം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തട്ടിപ്പിന് പിന്നിലുള്ള ആളെന്ന് ജയകുമാർ ആരോപിക്കുന്ന ബാങ്ക് സോണൽ മാനേജരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. വ്യാജ ലോണുകൾ ആയതുകൊണ്ട് തന്നെ ആരും ഇതുവരെ പരാതിയും നൽകിയിട്ടില്ല. വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ മുക്കുപണ്ടം വച്ച് 17 കോടി രൂപയുടെ 26.24 കിലോ സ്വർണവുമായി മുങ്ങിയ മുൻ മാനേജർ ഇന്നലെയാണ് വീണ്ടും പൊങ്ങിയത്. പ്രാദേശിക ഓൺലൈൻ ചാനലിന് വീഡിയോ സന്ദേശം നൽകിയാണ് മധു ജയകുമാർ പൊങ്ങിയിരുന്നത്. ബാങ്കിന്റെ സോണൽ മാനേജർ അരുണിനെതിരെ ആരോപണമുയർത്തിക്കൊണ്ടാണ് ഇയാൾ രംഗത്ത് വന്നത്. 23 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇയാൾ ഒരു സ്വകാര്യ ഫൈനാൻസിംഗ് സ്ഥാപനത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇരുട്ടുമുറിയിൽ മുഖം മാത്രം വ്യക്തമാവുന്ന വിധത്തിലാണ് വീഡിയോ പുറത്തു വന്നത്. അതേസമയം കാണാതായ സ്വർണത്തെക്കുറിച്ച് വീഡിയോയിൽ മറുപടിയില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് മധു ജയകുമാർ. എൻ്റെ പേരിലാണ് ഗോൾഡ് ലോണിൻ്റെ പഴിയുള്ളത്. ഞാൻ ലീവ് എടുത്തിട്ടാണ് വടകരയിൽ നിന്ന് പോയത്. ലീവ് ആയതിന് കാരണം എൻ്റെ അച്ഛനും എനിക്കും സുഖമില്ലാത്തതിനാലാണ്. ഞാൻ ലീവ് എടുക്കുന്നത് സംബന്ധിച്ച് ഒഫീഷ്യൽ ആയി മെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മിസ്സിംഗ് ആയില്ല. 5-ാം തീയതിയാണ് ഞാൻ വടകരയിൽ നിന്ന് ലീവ് എടുത്ത് പോന്നിട്ടുള്ളത്, ജയകുമാർ വിശദീകരിച്ചു. സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ ഗോൾഡ് പണയം വച്ചത്. ചാത്തൻകണ്ടത്തിൽ ഫിനാൻസിയേഴ്സ് എന്ന ഗ്രൂപ്പിന് വേണ്ടിയാണ് പണയപ്പെടുത്തിയത്. അവർക്ക് 15ഓളം ബ്രാഞ്ചുകളുണ്ട്. 1 വർഷം മുമ്പ് അരുൺ എന്ന സോണൽ മാനേജറാണ് ഇവരെ പറഞ്ഞുവിടുന്നത്. എല്ലാ ബ്രാഞ്ചുകൾക്കും നിർദ്ദേശം നൽകി. 8% പലിശയ്ക്ക് അഗ്രികൾച്ചറൽ ലോൺ ആയാണ് പണയം. ചാത്തൻകണ്ടത്തിൽ ഗ്രൂപ്പും സോണൽ മാനേജറുമായി ബന്ധം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ചാത്തൻകണ്ടത്തിൽ ഗ്രൂപ്പിന്റെ ഗോൾഡ് ആദ്യം പണയം വെച്ചത് മലപ്പുറം ബ്രാഞ്ചിലാണ്. 25 ലക്ഷത്തിനാണ് പണയം വെച്ചത്. ഒരാളുടെ പേരിൽ 1 കോടി വരെ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം, മഞ്ചേരി, വടകര, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി ബ്രാഞ്ചുകളിൽ ഈ ഗ്രൂപ്പിന്റെ ഗോൾഡ് ലോൺ ഉണ്ട്. എന്നാൽ ഇവർക്ക് ബാങ്ക് നിയമപ്രകാരം അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കാൻ പാടില്ല. നിലവിലെ മാനേജർ ഇർഷാദിന് ചാത്തൻകണ്ടത്തിൽ ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഞാൻ നായ പോലെ അലയുകയാണ്. വടകരയിലെ എല്ലാവർക്കും അറിയാം, ബാങ്കിലുള്ളവർക്കും അറിയാം ഞാൻ എത്രമാത്രം പെർഫോമൻസ് ചെയ്ത മാനേജറാണെന്ന്. എൻ്റെ ജീവൻ രക്ഷിക്കണം, മധു വീഡിയോയിൽ പറയുന്നു. ഏടോടി ശാഖയിൽ നിന്ന് 26 കിലോ സ്വർണവുമായി മുൻ മാനേജറായ മധു ജയകുമാർ മുങ്ങിയെന്നാണ് പരാതി. 26,224.20 ഗ്രാം സ്വർണത്തിന് പകരം മുക്കുപണ്ടം വെച്ച് 17,20,35,717 രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. മാനേജർ ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. തമിഴ്നാട് മേട്ടുപ്പാളയം പാത്തി സ്ട്രീറ്റ് സ്വദേശിയാണ് മധു ജയകുമാർ. 3 വർഷത്തോളം ബാങ്കിന്റെ വടകര ശാഖയിൽ മാനേജറായിരുന്ന മധു ജയകുമാറിന് ജൂലൈ 6-ന് എറണാകുളം പാലാരിവട്ടം ശാഖയിലേക്ക് മാറ്റം കിട്ടി. വടകര ശാഖയിൽ പുതിയതായി ചാർജെടുത്ത മാനേജർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് മനസ്സിലായത്. 2021 ജൂൺ 13 മുതൽ 2024 ജൂലൈ 6 വരെ 42 അക്കൗണ്ടുകളിലാണ് തട്ടിപ്പ് നടത്തിയത്. സ്ഥലമാറ്റം ലഭിച്ചെങ്കിലും മധു ജയകുമാർ പാലാരിവട്ടത്ത് ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല.